Hello and welcome to another episode of Leap by IAS Factor. So, ഇന്നത്തെ സെറ്റ് ഓഫ് 5 MCQs നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി ഡോങ്റിയ ഖോണ്ട് ട്രൈബ്. അപ്പം ഡോങ്റിയ ഖോണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ട്രൈബുകളിലൊന്നാണ്. അപ്പോൾ ആ ട്രൈബിനെ കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡോങ്റിയ ഖോണ്ട് ഈസ് എ particularly vulnerable tribal group from the state of Nagaland. So ഫസ്റ്റിനകത്ത് ഈ 2 ഭാഗത്താണ് തെറ്റാനുള്ള സാധ്യത കിടക്കുന്നത് അല്ലേ. ഒന്നുകിൽ ഡോങ്റിയ ഖോണ്ട് എന്ന് പറയുന്ന ട്രൈബ് ഒരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് PVTG അല്ലാതായിരിക്കാം, അല്ലെങ്കിൽ അത് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നായിരിക്കത്തില്ല. നമുക്കറിയാം, ഒരിക്കലെങ്കിലും ഈ ട്രൈബിനെ കുറിച്ച് പത്രത്തിൽ വായിച്ചിട്ടുള്ളവർക്കറിയാം, ഇതൊരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് ആണ്, PVTG ആണ് എന്നുള്ളത് അവർക്കെല്ലാവർക്കും അറിയാൻ കഴിയും. കാരണം ഇന്ത്യയിലെ കുറച്ച് ഫേമസ് ട്രൈബുകളുടെ പേരുകളൊക്കെ നമ്മൾ എന്തായാലും ഒരു ആസ്പിരൻ്റ് എന്നുള്ള നിലയിൽ കണ്ടിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ബേസിക് വായനയെങ്കിലും നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം. ഓക്കെ, ഇനി അറിയേണ്ടത് ഈസ് ഇറ്റ് ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് എന്നുള്ളതാണ്. നാഗാലാൻഡിൽ നിന്നുള്ളതാണോ? അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കൂ, ദെയർ ലാംഗ്വേജ് ബിലോങ്സ് ടു ദി ദ്രവീഡിയൻ ഫാമിലി. ദ്രവീഡിയൻ ഫാമിലിയിൽ പെടുന്ന ലാംഗ്വേജ് ആണ് ഈ ട്രൈബിനുള്ളത്. സോ ശരിയാണോ തെറ്റാണോ? ഡൗട്ട്ഫുൾ ആണ്. ദേ പ്രാക്ടീസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഏറെക്കുറെ ഗസ് ചെയ്യാം. കാരണം എന്താ? ട്രൈബിനെ കുറിച്ചാണ് പറയുന്നത്. മിക്കവാറും ട്രൈബ്സ് ഒക്കെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മിക്കവാറും ട്രൈബ്സ്, എല്ലാം എന്നല്ല, മിക്കവാറും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ലോജിക്കലി ഇത് ട്രൂ ആയിട്ട് എടുക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് എടുക്കാം. പക്ഷേ മുകളിലത്തെ രണ്ടും നമ്മൾക്ക് പ്രോപ്പർലി ഗസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കി തരും. കാരണം ഇത് ഏത് സ്റ്റേറ്റ് ആണെന്ന് അറിഞ്ഞേ പറ്റൂ നമ്മൾ. ഓക്കെ, നിങ്ങൾ ഡോങ്റിയ ഖോണ്ടിനെ കുറിച്ച് ഏതെങ്കിലും ഒരു കാലത്ത് ഒന്ന് വിക്കിപീഡിയയിലോ ചുമ്മാ അത് ഗൂഗിൾ സെർച്ചോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് നാഗാലാൻഡിൽ നിന്നുള്ളതല്ല, പകരം എവിടെ നിന്നുള്ളതാണ്? ഒഡീഷയിൽ നിന്നുള്ള ട്രൈബൽ ഗ്രൂപ്പാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വേദാന്ത ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് ഗ്രൂപ്പിനെതിരെ സമരം ചെയ്ത് വിജയിച്ചവരാണ് ഈ ഡോങ്റിയ ഖോണ്ട് ട്രൈബ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഏരിയകളിലൊന്ന്, അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം, അവരെ ഭയങ്കര സേക്രഡായിട്ട് കാണുന്ന നിയാംഗിരി ഹിൽസിലെ എന്താണ് ഈ വേദാന്ത ഗ്രൂപ്പ് മൈനിങ്ങിന് വേണ്ടിയിട്ട് സാങ്ഷൻ കിട്ടി അവർ മൈനിങ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള സമരം നടന്നു. ലാസ്റ്റ് സുപ്രീം കോടതി വരെയൊക്കെ പോയി ഈ ട്രൈബിന് അനുകൂലമായിട്ടുള്ള വിധി വരികയാണ് ഉണ്ടായത്. സോ ദാറ്റ് മീൻസ് 1 റോങ് ആണ്. 1 റോങ് ആണെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ പോയി, ബി പോയി, ഡി പോയി. ദാറ്റ് മീൻസ് 2 and 3 ആർ കറക്റ്റ്. അപ്പോൾ ഡോങ്റിയ ഖോണ്ട് എന്ന് പറയുന്നത് ഒഡീഷയിലെ നിയാംഗിരി ഹിൽസിൽ നിന്നുള്ള ഒരു ട്രൈബാണ്. മാത്രമല്ല അവരുടെ ലാംഗ്വേജ് ദ്രവീഡിയൻ ഫാമിലിയിൽ പെടുന്നതാണ്. നിങ്ങൾ ട്രൈബ്സിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ഇമേജ് സെർച്ച് ഒക്കെ ഒന്ന് നടത്തുക. അപ്പോൾ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ കാണും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും പിടിച്ചു നിൽക്കും. അങ്ങനത്തെ ഫോട്ടോസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ എന്ത് ചോദ്യങ്ങൾ വന്നാലും ആൻസർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാവും. ഈ ഡോങ്റിയ ഖോണ്ടിലെ സ്ത്രീകളുടെ വേഷവിധാനമൊക്കെ നിങ്ങൾ നോക്കണം. അതായത് അവർ നോസിൽ റിങ്സ് ഇടും. അത് 3 എണ്ണമാണ്. അതായത് സ്ത്രീകൾ 3 എണ്ണം നോസിൽ റിങ്സ് ഇടും, പുരുഷന്മാർ 2 നോസ് റിങ്സ് ആണ് ഇടുന്നത്. അത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഒരു വേഷവിധാനമാണ്. അതേപോലൊക്കെ ഡോങ്റിയയിലെ ട്രൈബിൽ പെടുന്ന സ്ത്രീകൾ കഴുത്തിൽ കൂടെ റിങ്സ് ഇടുന്ന ശീലമുണ്ട്, കഴുത്തിൽ കൂടെ റിങ്സ് ഇടാറുണ്ട്. അപ്പം ഇങ്ങനത്തെ പർട്ടിക്കുലർ ആയിട്ടുള്ള അവരുടെ കോസ്റ്റ്യൂംസോ അക്സസറീസോ ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് ചിലപ്പോൾ മെയിൻസിലും ഉപകാരപ്പെട്ടേക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്കണോമിയിൽ നിന്നാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്ക്. അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്കിനെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അക്കൗണ്ട് അഗ്രിഗേറ്റർ ഈസ് എ നോൺ ബാങ്ക് ഫിനാൻസ് കമ്പനി engaged in the business of providing services of retrieving or collecting financial information pertaining to the customer. ഇത്രയും വലിയ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും എന്താണ് ഇവിടെ തെറ്റാനുള്ള സാധ്യത ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കിടക്കുന്നത്. കാരണം എന്താ? അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്നുള്ള പേരിൽ തന്നെ നമുക്ക് ഗസ് ചെയ്യാം എന്താ? അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെടുന്ന എന്തോ ഡീറ്റെയിൽസ് അഗ്രിഗേറ്റ് ചെയ്യുന്ന, കൂട്ടിവെക്കുന്ന
ഒരു സെറ്റപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ട്രൂ ആണ്. അപ്പോൾ NBFC ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കൗണ്ട് അഗ്രിഗേറ്ററിനെ രജിസ്റ്റർ ചെയ്യുന്നത് NBFC ആയിട്ടാണോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു ഏരിയ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് തവണ ന്യൂസിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യനാണ്. ഇത് അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ആൻ NBFC, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അക്കൗണ്ട് അഗ്രിഗേറ്റർ എന്ന് പറഞ്ഞത് NBFC ആണ്. അതിൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഫിനാൻഷ്യൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ബാങ്ക്സ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, depository, insurance company, insurance repository and pension fund can enroll themselves as themselves on account aggregator framework as financial information provider. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്കൊക്കെ അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. സ്വാഭാവികം. നോക്കിയേ, എല്ലാം ഫിനാൻഷ്യൽ കമ്പനീസ് ആണ് അല്ലേ? ബാങ്ക് ആയിക്കോട്ടെ, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ആയിക്കോട്ടെ, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റോ, ഇൻഷുറൻസ് കമ്പനിയോ, ഇൻഷുറൻസ് റെപ്പോസിറ്ററിയോ, ഏതെടുത്താലും ഇതൊക്കെ എന്താണ്? ഫിനാൻസ് രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളാണ്. സോ അവയിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻ വേണ്ടി വരത്തില്ലേ? അപ്പോൾ ഇവരൊക്കെ എന്താണ്? ഇൻഫോർമേഷൻ പ്രൊവൈഡറായിട്ട് വർക്ക് ചെയ്താലല്ലേ പറ്റൂ? സ്വാഭാവികമായിട്ടും ലോജിക്കലി ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ദാറ്റ് മീൻസ് ബോത്ത് 1 and 2 ആർ ട്രൂ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഉത്തരം. അപ്പോൾ അക്കൗണ്ട് അഗ്രിഗേറ്റർ ഫ്രെയിംവർക്കിനെ കുറിച്ച് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പം ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡർ പോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസറുമുണ്ട്. അതായത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. അത് പല രീതിയിൽ പല സ്ഥാപനങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. അപ്പം ഇപ്പുറത്ത് എന്താണുള്ളത്? ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡർ ഉണ്ട്, ഇപ്പുറത്ത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസറും ഉണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ട് ആര് വേണം? ഒരു അക്കൗണ്ട് അഗ്രിഗേറ്റർ വേണം. മനസ്സിലായോ? അപ്പം ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡറിന് തന്നെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസറായിട്ടും രജിസ്റ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്ക് ഉണ്ടെന്ന് കരുതുക. ബാങ്കിന് ഇൻഫോർമേഷൻ പ്രൊവൈഡറായിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ബാങ്കിന് മറ്റിപ്പം പെൻഷൻ കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നോ ഒക്കെ ഇൻഫോർമേഷൻ വേണ്ടി വരും. അപ്പോൾ എന്തുവാണ്? അവർ ഇൻഫോർമേഷൻ യൂസറായിട്ടും കൂടെ രജിസ്റ്റർ ചെയ്യണം. ആൻഡ് ഈ ഇൻഫോർമേഷൻ യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they can enroll as financial information user which is an entity registered with and regulated by any financial sector regulator. അതാത് ഫിനാൻഷ്യൽ സെക്ടർ റെഗുലേറ്റേഴ്സ് ആണ് ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസറിനെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ഓഫ് RBI joining the account aggregator system as financial information users shall necessarily join as ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡർ ഓൾസോ. അതായത് RBI റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡറും കൂടെ ആയിരിക്കണം. അതൊരു ഒരു RBI നിഷ്കർഷിക്കുന്ന കാര്യമാണ്. അതായത് RBIയുടെ കീഴിലുള്ള, അതായത് ബാങ്കുകളോ RBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള NBFCസോ ഒക്കെ അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ യൂസറായിട്ട് വരുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും പ്രൊവൈഡറും കൂടെ ആയിരിക്കണം. How many of the following pairs are correctly matched? ഇവിടെ പവർ പ്രോജക്റ്റുകളുടെ പേരും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ പേരും തന്നിട്ടുണ്ട്. ഇതിൽ എത്ര എണ്ണം കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് ചോദ്യം. ആദ്യത്തേത് കോയൽക്കാരോ, ജാർഖണ്ഡ്. കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്ന പേരാണ് കോയൽക്കാരോ എന്ന് പറയുന്നത്. അത് ജാർഖണ്ഡിലാണോ? അറിയില്ല, അവിടെ നിൽക്കട്ടെ. അടുത്ത തെഹരി ഏറ്റവും കൂടുതൽ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഒരു നോർമൽ ആസ്പിരന്റ് അറിയാം, അതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. സോ ഇത് തെറ്റ്. സർദാർ സരോവർ എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. എവിടാണത്? ഗുജറാത്തിലാണ് അല്ലേ? അപ്പോൾ ഒന്നുകിൽ 1 പെയർ എന്നുള്ളത് ശരിയാവാം, അല്ലെങ്കിൽ നൺ എന്നുള്ളത് ശരിയാവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴേ പഠിച്ചു വെച്ചോ, കോയൽക്കാരോ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ്. ദാറ്റ് മീൻസ് ഓൺലി 1 പെയർ ഈസ് കറക്റ്റ്. ഇങ്ങനെ പത്രങ്ങളിൽ കാണുന്ന ഒരേ സ്വഭാവമുള്ള ഫാക്ട്സ്
ഒരു പർട്ടിക്കുലർ ന്യൂസിന് കീഴിൽ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു വെക്കണം. ഇത് കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് പേപ്പറിൽ ഈ 3 പ്രോജക്റ്റുകളെ കുറിച്ചും ഒറ്റ ന്യൂസിന് കീഴിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റുകളുടെ പേര് വെച്ചിട്ടല്ല മെൻഷൻ ചെയ്തിരുന്നത്, റീജിയൻസ് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്തിരുന്നത്. കോയൽക്കാരോ ഇൻ ദി ഈസ്റ്റ്, തെഹ്രി ഇൻ ദി നോർത്ത്, സർദാർ സരോവർ ഇൻ ദി വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. Next, consider the following statements about Bridgioporous fungi. See, ഈ ടൈപ്പ് സാധനങ്ങൾ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ എപ്പോഴും എന്താ സയന്റിഫിക് നെയിം ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അധികം ആരും കേൾക്കാത്ത കുറെ കാര്യങ്ങൾ ന്യൂസിൽ UPSC ചോദിക്കുന്നത്, പ്രിലിംസിൽ ചോദിക്കുന്നത് ഇപ്പോൾ അവരൊരു ശീലമാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ ഈസി സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആയിരിക്കും, ബട്ട് നമുക്കൊരു കുറ്റബോധം ഉണ്ടാവുമല്ലോ, അയ്യോ ഇത് ഞാൻ പത്രത്തിൽ കണ്ടില്ലല്ലോ എന്നൊരു കുറ്റബോധം. ആ ഒരു ഫീലിംഗ് സൃഷ്ടിക്കാനായിരിക്കും ഒരുപക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം. ഇതൊരു പക്ഷേ പലരും എലിമിനേറ്റ് ചെയ്തു പോകുന്ന ന്യൂസിനകത്ത് കിടക്കുന്നതാണ്. മനസ്സിലായി? ഹിന്ദുവിൽ തന്നെ ഉള്ളതായിരുന്നു. ഹിന്ദുവിലും പല ന്യൂസ് പേപ്പറുകളും ഉണ്ട്. അപ്പോൾ ഈ ന്യൂസ് പേപ്പറുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഇതിൻ്റെ ഹെഡ്ലൈൻ ഒന്നും വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പുതിയൊരു സ്പീഷീസ് ഇത് കണ്ടെത്തി എന്നും പറഞ്ഞിട്ട് കിടക്കും, ഒരു ഫംഗസിനെ കണ്ടെത്തി. നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഫംഗസ് അല്ലേ എവിടെയെങ്കിലും പോട്ടെന്ന് കരുതും. പക്ഷേ ന്യൂസിനുള്ളിലേക്ക് വായിച്ചു വരുമ്പോഴായിരിക്കും ഭയങ്കര യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഫാക്ട്സ് അതിൻ്റെ പുറയിലുണ്ടാവും. അതാണ് UPSC ചോദ്യമാക്കുന്നത്. ഇവിടെ അതേപോലെ കാണും, ബ്രിഡ്ജിയോപോറസ് ഫംഗയെ കുറിച്ചിട്ടാണ് ചോദ്യം. 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ദേ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഫോറസ്റ്റ് ഹെൽത്ത് ആൻഡ് റീജനറേഷൻ ബൈ ഡീകമ്പോസിംഗ് ഡെഡ് വുഡ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ന്യൂട്രിയന്റ് ആൻഡ് കാർബൺ സൈക്ലിംഗ്. ഇവിടെ ഈ ഒരു പാർട്ട് മാത്രമാണ് ഇച്ചിരെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. കണ്ടോ, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് UPSCയിൽ വരും. അതായത് വലിയ സ്കോപ്പ് ഒന്നും തെറ്റിക്കാനില്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് വരും. നമ്മളായിട്ട് ആലോചിച്ച് തെറ്റിക്കരുത്. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയുന്നത്, നമ്മളായിട്ട് ഓവർ തിങ്ക് ചെയ്ത് സ്റ്റേറ്റ്മെന്റ്സിനെ എടുത്തു വെച്ച് ഓവർ തിങ്ക് ചെയ്ത് തെറ്റിക്കരുത്. UPSC തരുന്ന കുറേ ക്വസ്റ്റ്യൻസിലെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് തെറ്റിക്കാൻ ഒരു സ്കോപ്പും ഇല്ലാത്തതാണ്. നമ്മുടെ സീരീസിൽ കൂടെ നമ്മൾ പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ. ആ സ്കോപ്പ് എവിടെയൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. കറണ്ട് അഫെയർ തരുന്നതിനോടൊപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനകത്തെ ആ തെറ്റിക്കാനുള്ള സ്കോപ്പും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ തെറ്റിക്കാനുള്ള സ്കോപ്പ് ഒന്നുമില്ല. ഏതോ ഒരു ഫംഗയെ കുറിച്ച് പറയുന്നു, ആ ഫംഗസ് ന്യൂട്രിയൻ സൈക്ലിങ്ങിൽ സഹായിക്കും. സ്വാഭാവികം, എല്ലാ ഫംഗസും എല്ലാ ബാക്ടീരിയയും ഒക്കെ ന്യൂട്രിയൻ സൈക്ലിങ്ങിൽ സഹായിക്കുന്നുണ്ട്. ഓക്കെ, കാർബൺ സൈക്ലിങ്ങിൽ സഹായിക്കും. ഓക്കെ, അവിടെയും എന്ത് തെറ്റ് പറയാനാണ് നമ്മളൊക്കെ ഉള്ളത്? കാരണം ഇതൊക്കെ എന്താ ഡീകമ്പോസിഷന് സഹായിക്കും അല്ലേ? ഫംഗസ് ഒക്കെ ഡീകമ്പോസിഷന് സഹായിക്കുന്ന. അപ്പം ആകെ ഇച്ചിരെങ്കിലും തെറ്റിക്കാൻ സ്കോപ്പ് ഉള്ളത് ഡെഡ് വുഡിനെ ഡീകമ്പോസ് ചെയ്യുമോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അതിനകത്തൊക്കെ ഒരു ഡൗട്ട് നമ്മൾ വെക്കേണ്ട ഒരു കാര്യമില്ല. ഡെഡ് വുഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഫംഗസിനെ കുറിച്ച് പറയുകയാണ്, UPSC ആണ് ചോദിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളിൽ വിയേർഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് ട്രൂ ആയിട്ട് എടുക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദേ പ്രൊഡ്യൂസ് എക്സെപ്ഷണലി ലാർജ് പെരന്യൽ ഫ്രൂട്ടിംഗ് ബോഡീസ് വിത്ത് സം കേപ്പബിൾ ഓഫ് സപ്പോർട്ടിംഗ് ദി വെയിറ്റ് ഓഫ് എൻ അഡൾട്ട് എലിഫന്റ്. അതായത് ഈ ഫംഗസ് എക്സെപ്ഷണലി ലാർജ്, ഭയങ്കര സൈസിലുള്ള ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഭയങ്കര എക്സെപ്ഷണലി ലാർജ് ബോഡിയാണ്, വിത്ത് സം കേപ്പബിൾ ഓഫ് സപ്പോർട്ടിംഗ് വെയിറ്റ് ഓഫ് എൻ അഡൽട്ട് എലിഫന്റ്. ഒരു അഡൽട്ട് എലിഫന്റിനെ വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വലിയ ശരീരമുള്ള വലിയ ബോഡിയുള്ള ഫംഗസ് ആണ് എന്ത് ഈ പറയുന്നത്. ഒരു ലോജിക്കലി നിങ്ങൾ ആലോചിക്കൂ, ഒരു അഡൽട്ട് എലിഫന്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ലോജിക്കിന്റെ അംശമില്ലേ? ഒരു അഡൽട്ട് എലിഫന്റ് ഒരു വലിയ ആനയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ഫംഗസ് എന്ന് പറയുമ്പോൾ അവിടെ ലോജിക്കില്ലായ്മ. ഇതാ ഞാൻ പറഞ്ഞത്, വിയേർഡ് ഓപ്ഷൻസ്. ഒരു അഡൽട്ട് ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബേബി എന്നൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സമ്മതിക്കായിരുന്നു. കാരണം ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് റഫ്ലേഷ്യ, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ആയിട്ടുള്ള റഫ്ലേഷ്യ കണ്ടില്ല, അതൊക്കെ നല്ല വലിയ സൈസാണ്. അതേപോലെയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ആമ്പലിൻ്റെയോ താമരയുടെയോ അങ്ങനത്തെ ഇലയൊക്കെ നമ്മൾ സൗത്ത് അമേരിക്കയിലെ ഏതോ ഭാഗത്തുണ്ട്, അതൊക്കെ ഭയങ്കര സൈസാണ്. ഓക്കെ, അതിനകത്തൊക്കെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യന് കിടക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, കുറേയൊക്കെ ലോജിക്കുണ്ട്. പക്ഷെ ഒരു അഡൽട്ട് എലിഫന്റിനെ കിടത്താൻ പറ്റും എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ഭയങ്കര ലോജിക്കില്ലായ്മയാണ്. അപ്പം ഇങ്ങനെ വരുന്ന വിയേർഡ് ഓപ്ഷൻസ് UPSC തരും. ഇത് നമ്മൾ എലിമിനേറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. സോ ദാറ്റ് മീൻസ് വൺ ഒൺലി ഈസ് കറക്റ്റ്. വൺ ഒൺലി ആണ് കറക്റ്റ്. അപ്പം ന്യൂസിൽ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പുതിയൊരു ഇതിനകത്തൊരു സ്പീഷീസ്, ഈ ഫംഗൈ സ്പീഷീസ്
ഫാമിലിയിൽപ്പെടുന്ന പുതിയൊരു സ്പീഷീസ് വിഡ്യോപോറസ് കാനാഡി എന്ന് പറയുന്ന പുതിയൊരു സ്പീഷീസിനെ അരുണാചൽ പ്രദേശിൽ ഡിസ്കവർ ചെയ്യുകയുണ്ടായി. അതൊരു വുഡ് റോട്ടിംഗ് ഫംഗസ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കൂടുതൽ ഫാക്ട്സ് നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. നെക്സ്റ്റ് വൺ നോക്കൂ. UPSC റീസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ചോദ്യം ഇതാണ്: ദി ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഫംഗ്ഷൻസ് അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് മിനിസ്ട്രീസ്? ഇതിൽ ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ വർക്ക് ചെയ്യുന്നത്? Ministry of Agriculture and Family Farmers Welfare, Ministry of Corporate Affairs, Ministry of MSMEs, Ministry of Consumer Affairs, Food and Public Distribution. അറിഞ്ഞിരിക്കണം. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിൽ പല തവണ ന്യൂസിനകത്ത് മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസോ അങ്ങനത്തെ ഒക്കെ ചോദിച്ചു. അതിനൊക്കെ കുറേ മുമ്പത്തെ കാലങ്ങളിൽ FSSI ഏത് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണെന്ന് ചോദിച്ചു. അങ്ങനത്തെ കുറേ വരുന്നുണ്ട്. ഇത് ഒരു പുതിയ ഫിനോമിനൽ അല്ല, കുറേ വർഷങ്ങളായിട്ട് UPSC ഈ ട്രെൻഡ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതേപോലൊക്കെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പല തവണ ന്യൂസിനുള്ളിൽ വന്നതാണ്. ഹെഡിങ്ങിൽ ഇതുണ്ടാവത്തില്ല, ഹെഡിങ്ങിൽ ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടാകത്തില്ല, പക്ഷേ ന്യൂസിനുള്ളിലുണ്ട്. നമ്മളത് പഠിച്ചു വെച്ചിരിക്കണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഗസ് ചെയ്യാൻ പോകുന്നതൊന്നും ആയിരിക്കത്തില്ല. മാർക്കറ്റിംഗും ഇൻസ്പെക്ഷനും ഒക്കെ പറയുമ്പോൾ കോർപ്പറേറ്റ് അഫയേഴ്സ് എടുത്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ടാവും. തെറ്റ്. ഇനി MSME ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നുണ്ട്, അതാണെന്നൊരു തോന്നലുണ്ടാവും. തെറ്റ്. അല്ലെങ്കിൽ കൺസ്യൂമർ അഫയേഴ്സ് ആണെന്നുള്ള തോന്നലുണ്ടാവും. ഇതെല്ലാം തെറ്റാണ്. ഇറ്റ് ഈസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലാണ് ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഉള്ളത്. അപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി വെൽഫെയറിന് കീഴിലുള്ള ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ് ഈ DMI എന്ന് പറയുന്നത്. 1935 സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ് ഡയറക്ടറേറ്റ്. അപ്പം മറക്കരുത്, ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ DMI എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്.